ഒരാൾ നമ്മളോട് മോശമായി പെരുമാറി, നമ്മൾ കൊള്ളില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അയാൾ കൊള്ളാത്ത ഒരാളായതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ ട്രീറ്റ് ചെയ്തത്. അത് നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കണം. നമ്മൾ കൊള്ളില്ല എന്ന്, നമ്മുടെ സ്വഭാവം കൊള്ളത്തില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാനേ പാടില്ല. അത് നമ്മളെ എപ്പോഴും താഴ്ത്തിക്കൊണ്ടിരിക്കും. പിന്നീട് ആരുടെയും നമ്മൾ വൈരാഗ്യം പിടിച്ചു പറ്റാതിരിക്കുക. ഒരാൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നത് എനിക്കിഷ്ടമില്ല, എനിക്ക് പ്ലീസ് എൻ്റെ ലൈഫിൽ നിന്നൊന്ന് പോകണം എന്ന് പറയുന്നിടത്ത് നമ്മൾ പിന്നെ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക, അവരുമായിട്ട് സഹകരിക്കുക, അവരുമായിട്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറി പോവുക. വെറുതെ എന്തിനാ മറ്റുള്ളവരുടെയൊക്കെ ലൈഫിൽ നിന്ന് നമുക്ക് അവരുടെയൊക്കെ വൈരാഗ്യം പിടിച്ചു പറ്റേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ മുതലെടുപ്പ്. നമ്മളോട് ഭയങ്കര സ്നേഹിച്ച് നിന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും അതുപോലെ തന്നെ സ്വർണ്ണം എല്ലാം മേടിക്കും. എന്നിട്ട് ഇതെല്ലാം പണയം വെച്ചിട്ട് നമ്മൾ ചോദിക്കും തിരികെ, ഇതെന്തേ എടുത്തു തരാത്തേ, 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, ഇതെന്തേ എടുത്തു തരാത്തേ? അപ്പോൾ പറയാം, സൗകര്യമില്ല എനിക്ക് എടുത്തു തരാൻ. അങ്ങനെ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കാൻ പോകണ്ട. അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് പിന്നെ അവർ ചോദിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒന്നും എടുത്ത് ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ നിൽക്കരുത്. ഇവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ, ഇവർ നേരത്തെ ആരെങ്കിലും ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ നല്ലോണം തിരക്കി അറിയണം ഇതേപോലുള്ള ജീവികളുടെ അടുത്ത് നമ്മൾ സഹകരിക്കുമ്പോൾ. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളായിരിക്കണം അതിൻ്റെ തീരുമാനം എടുക്കുന്നത്. നമ്മൾ പോയിട്ട് മറ്റുള്ളവരോടെല്ലാം അഭിപ്രായം ചോദിച്ച് പറഞ്ഞും എടുത്തും പിടിച്ചുമായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് നമ്മൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ തന്നെ അത് സോൾവ് ചെയ്യണ്ടേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വയം ചെയ്യാൻ നോക്കണം. പിന്നെ പല കാര്യങ്ങളും വന്നിട്ട് പല അഭിപ്രായം ആൾക്കാർ പറയും. പക്ഷേ നമ്മളായിരിക്കണം അതിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അതിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടത്. മറ്റൊരാൾ വലിക്കുന്ന ചരടിലെ പാവ ആവരുത് നമ്മൾ. നമ്മളെ മുതലെടുക്കുന്ന ആളുകളിൽ നിന്നും സ്വയം ഒഴിഞ്ഞു മാറുക. വിശ്വാസവഞ്ചന. നീ എനിക്ക് ഈ ലോൺ എടുത്തിട്ടാ, ഞാൻ അടയ്ക്കാം എന്ന് പറയും. എന്നാൽ അവരെന്ത് ചെയ്യും? അടയ്ക്കാതെ അത് നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും. ഇതൊരു നമുക്കൊരു പാഠമായിരിക്കണം. ഇനി ഒരിക്കലും അവരെ നമ്മൾ വിശ്വസിക്കരുത് എന്ന പാഠം. കുത്തിത്തിരിപ്പ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും കൂടെ നിന്ന് കാല് വാരുന്ന, കുടുംബം കലക്കുന്ന ആളുകൾ. ഇവരെ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ വലയിൽ നിന്ന് നിങ്ങൾ വേഗം രക്ഷപ്പെടുക.